ആ കൂട്ടുകാരെ, അപ്പോൾ ഇതുണ്ടോ, ഇന്ന് രാവിലെ നമ്മുടെ മുറ്റത്തുണ്ടായതാട്ടോ അരിക്കൂടും. ഇപ്പോൾ കൂണുണ്ടാവുമോ, കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് തോനെയൊന്നുമില്ല, കുറച്ച് ഇതാ ഞാൻ രാവിലെ പറിച്ചിട്ട് വയ്ക്കാൻ നേരമില്ലാത്തത് കൊണ്ട് മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതിന് കഴുകി വാരി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ കൂണാണ്. അപ്പോൾ കേടെല്ലാം തോന്നുന്നു, മഞ്ഞപ്പൊടിയിൽ ഇട്ടിട്ട് കറുത്ത് പോയാലാണ് ഇത് കൊള്ളൂല എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് തോരൻ വയ്ക്കാം. ആദ്യത്തെ കൂണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണും. അപ്പോൾ നമുക്കിത് കഴുകി വാരിയിട്ട് ചെറിയൊരു തോരൻ പോലെ ആക്കാം അല്ലേ. നമ്മളിതാ കൂണൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കാന്താരിമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് അതും കൂടെ ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. ഇനി ഇത് വേവിച്ച് പറ്റിച്ചെടുക്കാം നമുക്ക്. അടുപ്പത്തിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂണ് കറിയായ, അപ്പോൾ ഇന്ന് വേറൊന്നും കറിയില്ല, കൂണ് പറ്റിച്ചതും മുട്ട ഓംലേറ്റും കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച മുട്ടയും കൂണും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് വെക്കാം കേട്ടോ. ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടെ പറ്റി കൂടിയായിട്ട് അങ്ങ് വെന്ത് പറ്റി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. അപ്പം നമ്മുടെ ചോറ് ഇതാ ചോറും കൂണ് കറിയും മുട്ട പൊരിച്ചത് കേട്ടോ. അതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ കഴിക്കട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ കൂണ് കറി കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. വേറെ എന്താ പറയുക, വേറെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, വെറും കാന്താരിമുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ച വെളിച്ചെണ്ണയും നല്ല ടേസ്റ്റ്. അങ്ങനെ ഒന്ന് പറ്റിച്ച് വെച്ച് നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ.